ഇന്ന് തിരുസഭ സേക്രഡ് ഹാർട്ടിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുവിൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു? കർത്താവിൻ്റെ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണുന്നു. അപ്പോൾ അത് യേശുവിൻ്റെ ഹൃദയമാണ്. യേശുവിൻ്റെ ഹൃദയം നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മാറുവാൻ, നമ്മുടെ ജീവിതം ഒരു പുതിയ ഹൃദയമായി മാറുവാൻ ക്രിസ്തുവിൻ്റെ തിരു ഹൃദയം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ, അവൻ്റെ സാന്നിധ്യത്താൽ നമ്മൾ നിറയുമ്പോൾ, നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം നിന്നിലാണ്. നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ഹൃദയമായി മാറ്റപ്പെടുവാൻ. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ഹൃദയം ലഭിക്കുവാൻ നമ്മൾക്ക് ആഗ്രഹിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയമായി മാറ്റപ്പെടുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ ആകണമെങ്കിൽ ദൈവവചനം ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കണം, ദൈവവചനത്തിൽ ധ്യാനിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അതേ ഹൃദയം നമുക്ക് ലഭിക്കുകയും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.